പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഷാജുവിന്റെ വീട്ടിൽ ലിംബോയി പട്ടാളത്തെയും കൂട്ടി വന്ന് മിലിറ്ററി ക്യാമ്പ് നടത്തുന്ന പോലെ അവരുടെ വീട്ടിൽ ഓരോ ചിട്ടുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയും എല്ലാവരും ഷാജുവിനോട് പരാതി പറയുകയും ചെയ്യുകയാണ്. ഇതൊക്കെ കേൾക്കാനും താങ്ങാനും കഴിയാതെ അവൾ അന്ന് രാത്രി വീട്ടിൽ നിന്ന് മതിൽ ചാടി ചീച്ചിയുടെ വീട്ടിലേക്ക് പോയി കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടക്കും. അപ്പോഴും ലിംബോയി വന്ന് അവളെ അടുന്ന് എടുത്തു കൊണ്ടുപോയി അവളുടെ റൂമിൽ കൊടുന്ന് കിടത്തും. അടുത്ത ദിവസം അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ലിംബോയി അവൾക്കുള്ള മരുന്ന് വെറ്റിയിരിക്കുന്നുണ്ടാവും. അവൾ ഒരുപാട് അവനെ വഴക്ക് പറയും. ലിംബോയി പറയും, നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് മാറാൻ ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും നിനക്ക് എന്താണ് എന്നോട് ഇഷ്ടമില്ലാത്തത്? അവൻ എന്ത് തന്നെ ചെയ്താലും അവൾക്ക് അതിലൊരു ഇൻട്രസ്റ്റും ഇല്ലെന്ന് അവനോട് പറയുകയാണ്. അവൻ വളരെ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഉടനെ തന്നെ അവളുടെ തോഴി വന്ന് ഷാവുഷനോട് പറയും, നീ ഇന്നലെ മുഴുവൻ അവനെ ഉറക്കിയിട്ടില്ല, അവന്റെ കയ്യിൽ കിടന്നിട്ടാണ് നീ ഉറങ്ങിയത്. വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുടുങ്ങിപ്പോയ മട്ടാണുള്ള ദൈവമേ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാവും അവളുടെ പാരന്റ്സ് അവളെ റൂമിലേക്ക് വിളിപ്പിക്കുക. രണ്ടുപേരും ഒരേ സ്വരത്തിൽ അവളോട് ചോദിക്കും, നിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ ആവശ്യം, അതുകൊണ്ട് നീ സത്യം പറ, നിനക്ക് അവനെ ശരിക്കും ഇഷ്ടമാണോ?